രാജ്യത്തിന്റെ ഭരണഘടനാപരമായ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കം ചാർത്തിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി പുകയുകയാണ്. അന്താരാഷ്ട്ര പദവി ലഭിച്ചതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് എന്ന് രേഖകൾ സഹിതം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയുടെ കാവൽക്കാരനായിരിക്കേണ്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇത്തരത്തിൽ കല്ലുവെച്ച നുണകൾ ജനങ്ങളോട് പറയുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യമെമ്പാടും ഉയരുന്നത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസ് ആയ അഥവാ IIDEA അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വിവാദത്തിന് ആധാരമായിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കും വിധമായിരുന്നു കഴിഞ്ഞ ദിവസം ജ്ഞാനേഷ് കുമാർ യാതൊരു മടിയും കൂടാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ ആവേശഭരിതനായി സംസാരിച്ചത്. ഇന്ത്യയിൽ നടന്ന സുതാര്യവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി നടപ്പിലാക്കിയതിനെ ആദരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. അതുകൊണ്ടാണ് കഴിഞ്ഞ 30 വർഷത്തെ IIDEA ചരിത്രത്തിൽ ആദ്യമായി ലോകത്തിലെ 37 പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ഇന്ത്യയെ ക്ഷണിച്ചത് എന്നുമാണ് കമ്മീഷണർ പറഞ്ഞിരുന്നത്. ഇത് ഇന്ത്യയിലെ പൗരന്മാർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ലഭിച്ച അഭിമാന നിമിഷമാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഇടപെടലുകൾക്കുള്ള ആദരമാണിതെന്നും അദ്ദേഹം ഈ അവസരത്തിൽ വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രധാന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തയെ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സ്ഥാപിച്ചുകൊണ്ട് യാതൊരു സങ്കോചവുമില്ലാതെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജ്ഞാനേഷ് കുമാർ പറഞ്ഞ ഈ വാക്കുകൾ വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പച്ചക്കള്ളമാണെന്നാണ് രേഖകൾ ഇപ്പോൾ തെളിയിക്കുന്നത്. 1995 സ്ഥാപിതമായ IIDEA തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ്. ഇതിൽ 35ഓളം അംഗരാജ്യങ്ങളും അമേരിക്ക, ജപ്പാൻ പോലുള്ള നിരീക്ഷക രാജ്യങ്ങളും ഉൾപ്പെടുന്നു. IIDEAയുടെ ഭരണപരമായ സ്ഥാനങ്ങൾ കൈമാറുന്നതിന് വളരെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. കമ്മീഷണറുടെ പ്രസ്താവന കേട്ട ഉടൻ തന്നെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളാണ് IIDEAയുടെ വെബ്സൈറ്റിലെ രേഖകൾ പുറത്തുവിട്ട് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയത്. IIDEAയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്ന നിയമരേഖയിൽ ചെയർമാൻഷിപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വളരെ വ്യക്തമാകുന്നുണ്ട്. അതിലെ അനക്സ് 1 എന്ന ഭാഗത്ത് ചെയർമാൻഷിപ്പ് രാജ്യങ്ങളുടെ ഗ്രൂപ്പുകൾ അടിസ്ഥാനമാക്കി റൊട്ടേഷൻ രീതിയിൽ, അതായത് ഊഴം വെച്ച് നൽകുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല 2033 വരെ ഏത് രാജ്യങ്ങൾക്കാണ് അധ്യക്ഷ സ്ഥാനം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച ലിസ്റ്റും ഈ വെബ്സൈറ്റിൽ പൊതുവായി ലഭ്യമാണ്. ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ 2020 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ സ്വീഡൻ, ഓസ്ട്രേലിയ, കാനഡ, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങൾക്കാണ് അധ്യക്ഷ സ്ഥാനം ലഭിച്ചിരുന്നത്. അതിനുശേഷം അടുത്ത വർഷമായ 2026 ഇന്ത്യക്ക് ഊഴം ലഭിക്കുമെന്നും പിന്നീട് 2027 ദക്ഷിണാഫ്രിക്ക, 2028 ബ്രസീൽ എന്നിങ്ങനെ റൊട്ടേഷൻ തുടരുമെന്നും രേഖകളിൽ സംശയരഹിതമായി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആദരിച്ചതിന്റെ പേരിൽ പ്രത്യേക ക്ഷണം ലഭിച്ചതല്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഊഴം 2026 വന്നു ചേർന്നതാണ് ഈ പദവിക്ക് കാരണം. ഒരു സാധാരണ ഭരണപരമായ ഊഴം വഴി ലഭിച്ച പദവിയെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ലോകം നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കമ്മീഷണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്രയും ഉന്നതമായ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ പച്ചക്കള്ളം പറയുന്നതിന്റെ ധാർമ്മികതയാണ് ഇപ്പോൾ ശക്തമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്രയും വലിയ നുണ പ്രചരിപ്പിച്ചിട്ടും അത് നുണയാണെന്ന് ജനങ്ങൾക്ക് വസ്തുതകൾ സഹിതം മനസ്സിലാക്കി കൊടുക്കാത്ത മാധ്യമങ്ങളുടെ നിലപാടും ഇവിടെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ലോകം ഇന്ത്യയെ ആദരിച്ചതാണെങ്കിൽ അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയെയും അതിനുശേഷം ബ്രസീലിനെയും ഇതേ കാരണം കൊണ്ട് ആദരിക്കാൻ പോവുകയാണ് എന്ന് പറയേണ്ടി വരില്ലേ? എന്നാൽ ഈ രാജ്യങ്ങളൊന്നും റൊട്ടേഷൻ വഴി ലഭിച്ച പദവിയെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് നാണം കെടാൻ തയ്യാറാവില്ല എന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം കള്ളത്തരങ്ങൾ അരങ്ങേറുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വെറും പേരിനുള്ള തെരഞ്ഞെടുപ്പുകളാണെന്നും യഥാർത്ഥത്തിൽ സെലക്ഷൻ മാത്രമാണ് നടക്കുന്നതെന്നുമുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ യാതൊരു മടിയുമില്ലാതെ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള വിശ്വാസ്യതയാണ് തകർക്കുന്നത്. കമ്മീഷണറുടെ ഈ നടപടിക്ക് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.